നമസ്കാരം, വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ ഉള്ളതേ അഴീക്കോടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ 2 വള്ളങ്ങളിന്ന് നീറ്റിലിറങ്ങുന്നുണ്ട്. നമ്മുടെ ഏങ്ങണ്ടിയൂരിൻ്റെ ഫസ്റ്റ് വള്ളമായിട്ടുള്ള ശ്രീ മഹാദേവൻ അവരുടെ അടുത്ത വള്ളം. അപ്പോൾ ശ്രീ മഹാദേവൻ്റെ അടുത്ത വള്ളം 2ാമത്തെ വള്ളമാണ് കേട്ടോ അത്. അപ്പോൾ അത് പണിയെല്ലാം കഴിഞ്ഞ് അഴീക്കോട് യാർഡിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ കുറച്ച് പൂജയും ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ നീറ്റിലിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ഏറ്റം വേലിയേറ്റായാലല്ലേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഏറ്റം ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ സമയമെടുത്ത് നമുക്കിപ്പോൾ ഇറക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, കുറച്ച് പൂജയും അതുപോലുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീ മഹാദേവനിലെ പണിക്കാരാണ് കേട്ടോ അത്. ഞാനൊരിക്കൽ ഈ ശ്രീ മഹാദേവനിൽ കടലിൽ പോയിട്ടുണ്ട്, മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ ചടങ്ങുകളാണ്. രാവിലെ നമുക്ക് പൂജ കഴിഞ്ഞ ഉടനെ വെള്ളത്തിലിറക്കാൻ ഉള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഏറ്റം അല്ലാത്തതുകൊണ്ട് വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളം കയറിയാലേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട്. നനയ്ക്കുന്ന കുറച്ച് ചടങ്ങുകളുണ്ട്. അതിൻ്റെ പ്രൊപ്പല്ലറിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ കോരി ഒഴിച്ച് ഇങ്ങനെ നനയ്ക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തിൽ മധുരം വിതരണവും ലഡുവും അതുപോലുള്ള മിഠായിയും അങ്ങനെ കുറേ മധുര വിതരണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇത് തൊട്ടപ്പുറത്ത് വേറൊരു വള്ളത്തിൻ്റെ പണി നടക്കുന്നതാണ് ഈ യാർഡിൽ തന്നെ. അപ്പോൾ ഇതുപോലെ ഉള്ള വള്ളമാണ് പണിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു ചടങ്ങുണ്ട്, ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മുടെ വള്ളം പണിത പണിക്കാർക്കും അതിൻ്റെ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ തൊട്ടപ്പുറത്തെ യാർഡിൽ അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞൊരു വള്ളം കൂടെ ഇന്ന് തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരു ദിവസം തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയും ഇതുപോലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതും രണ്ടും ഒരു ദിവസം തന്നെയാണ് നീറ്റിലിറങ്ങുന്നത്. അങ്ങനെ ആദ്യം നമ്മുടെ ശ്രീ മഹാദേവനാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ റെയിലിലൂടെയാണ് ഇറങ്ങുന്നത്. അതങ്ങനെ നീറ്റിലിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ശ്രീ മഹാദേവൻ. അങ്ങനെ വെള്ളത്തിലിറങ്ങി. അടുത്തതായിട്ട് അനന്തപത്മനാഭനും ഇറങ്ങുകയാണ്. രണ്ട് വള്ളങ്ങളും അങ്ങനെ നീറ്റിലിറങ്ങി. ഇനി ഈ 2 വള്ളങ്ങളും നമുക്ക് കയറിയിട്ട് അതിൻ്റെ ഒരു ആദ്യ യാത്രയുണ്ട്, കടലിലേക്കൊരു യാത്രയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ നിർത്തിയിട്ട വള്ളങ്ങളുടെ കൂടെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇത് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ കയറി കുറേ വള്ളങ്ങളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് എത്താൻ. ആദ്യം അനന്തപത്മനാഭനിലേക്കാണ് ഞാൻ കയറുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് ആദ്യം ഒരു യാത്ര, അത് കയറി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു യാത്ര, അതിൻ്റെ കന്നി യാത്ര. അങ്ങനെ അതിൽ യാത്ര ചെയ്ത് ഇങ്ങനെ പോയിട്ട് അപ്പോൾ നമ്മുടെ ശ്രീ മഹാദേവൻ അപ്പുറത്ത് പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. നമ്മളും അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് മാറി കയറും കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ കയറിയിട്ട് അതിലെ കാഴ്ചകൾ കാണണം. അതിൽ കയറിയിട്ടാണ് ഞാൻ കടലിലേക്ക് പോണത്. അപ്പോൾ എന്തായാലും രണ്ടും അടുത്തടുത്തായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മാറി കയറാം. അങ്ങനെ ഡീസലൊക്കെ അടിച്ച് കഴിഞ്ഞ് നമ്മൾ യാത്ര പുറപ്പെടാൻ പോകാൻ കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ വള്ളത്തിലേക്ക് കയറി. അപ്പോൾ അനന്തപത്മനാഭൻ്റെ കാഴ്ച ഈ വള്ളത്തിൽ നിന്ന് ഒന്ന് എടുത്തതാണ്. ഞാനിപ്പോൾ മഹാദേവനിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 വള്ളങ്ങളും കടലിനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. വളരെ മനോഹരമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പതാക ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് മുകളിലായിട്ട്. അങ്ങനെ നമ്മൾ കടലിലേക്ക് പോകണം. അഴീക്കോട് പാലമാണ് അവിടെ ദൂരെ കാണുന്നത് കേട്ടോ. ആ കാണുന്നതാണ് അഴീക്കോട് പാലം, ഇപ്പോൾ പുതുതായിട്ട് പണി നടക്കുന്ന പാലം. അപ്പോൾ ആ പാലം കടന്നിട്ട് വേണം നമുക്ക് അഴിമുഖം കടന്ന് കടലിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പുതിയ വള്ളം ഇറങ്ങി അതിൽ ആദ്യത്തെ യാത്ര എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ നമ്മളിങ്ങനെ കടലിനെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് അഴീക്കോട് പാലം. പണി പൂർത്തിയായിട്ടില്ല, എന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു പാലം, വലിയ പാലം, ശരിക്കും ഒരു അത്ഭുതമായിട്ടുള്ളൊരു പാലം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പാലം കടക്കുമ്പോൾ പാലത്തിൽ വള്ളം മുട്ടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് അടുത്തെത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഹൈറ്റ് ഉണ്ട് പാലത്തിന്. ഭയങ്കരമായിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. ഈ പാലം ഇത്ര അടുത്തുനിന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും ആ പാലം ഒരു കുഴപ്പമില്ലാണ്ട് കടന്നു. അത് ഭയങ്കര സന്തോഷകരമായിട്ട് തന്നെ നമ്മൾ കടന്നു. ഇനി നേരെ കടലിലേക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ ഡ്രോൺ വിഷ്വൽ എടുത്തുകൊണ്ടിരുന്ന മാഹിൻ്റെ ഡ്രോൺ ഉണ്ടല്ലോ, അത് ചാർജ് തീരാറായപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാർജ് തീരാറായി പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ വള്ളത്തിൻ്റെ മുകളിൽ ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് വള്ളം ഒന്ന് നിർത്തി, അല്ലെങ്കിൽ വള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഡ്രോൺ താഴെ വീഴും. കാരണം വള്ളത്തിൻ്റെ മുകളിലാണ് അത് ലാൻഡ് ചെയ്തത്. പെട്ടെന്ന് ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടു വള്ളം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വള്ളം എടുത്ത് കടലിനെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ ഓടുകയാണ് കേട്ടോ. നമ്മൾ നിർത്തിയ സമയം കൊണ്ട് അനന്തപത്മനാഭൻ കുറച്ചങ്ങ് കയറി പോയിട്ടുണ്ട്. അവരപ്പോൾ ആദ്യം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതിന് പുറകെ തന്നെ വേഗം പോവുകയാണ്, കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുലിമുട്ടിൽ കുറച്ച് പേരൊക്കെ ചൂണ്ടയിടുന്നവർ ഉണ്ട് കേട്ടോ, ചൂണ്ടയിടുന്നുണ്ട്. മീൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ചൂണ്ടയിടുന്നവരുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പുലിമുട്ടും കടന്ന് നമ്മളങ്ങനെ കടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കടലിലെത്തി. അങ്ങനെ തിരമാലകളൊക്കെ കയറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ കടലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടലിലെത്തി. അവിടെ അനന്തപത്മനാഭൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അവർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കടലിനെ തൊട്ട് നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ രണ്ട് വള്ളങ്ങളുടെയും ആദ്യത്തെ കടൽ യാത്ര, അത് കടലിനെ പോയി കണ്ട് തൊട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് വീണ്ടും കരയിലേക്ക് തന്നെ കേട്ടോ. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ആദ്യ യാത്ര. ഇനി എന്തായാലും ഈ ഒരു വള്ളത്തിൻ്റെ വല നനയ്ക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അത് നമ്മൾ വലയൊക്കെ കയറ്റി ആദ്യമായിട്ട് കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നൊരു സെറ്റപ്പിൽ വലയൊക്കെ ആയിട്ട് പോകുന്നൊരു കാഴ്ചയാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തായാലും വല നനയ്ക്കൽ ചടങ്ങ് വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് മറക്കാണ്ട് കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ.